ആമീൻ. യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി തന്നെ ഷിയാക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. എങ്ങനെയാണ് ലോക മുസ്ലിമീങ്ങളെ വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത്, ആചാരങ്ങളിൽ എങ്ങനെയെല്ലാമാണ് വഴിതെറ്റിക്കാൻ പറ്റുക എന്ന കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വളരെ ആസൂത്രിതമായി മുസ്ലിമീങ്ങളുടെ ദീനിനെ തകർക്കുവാൻ ജൂതന്മാർ പടച്ചുവിട്ട ഒരു സൃഷ്ടിയാണ് യഥാർത്ഥ ഷിയാക്കൾ എന്നത്. അവരുടെ ആസൂത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉസ്താദ് തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ആയത്തുല്ലാ ഖുമൈനി ഷാ പഹ്ലവിയെ പരാജയപ്പെടുത്തി ഇറാനിന്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ലോകത്തുള്ള ഈ ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാർ ഒന്നിച്ചൊരുമിച്ചുകൂടി ഒരു യോഗം ചേർന്ന് 50 കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ 60% ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക്. അതിന് അവരുടെ മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ്, കുറച്ചൊന്നുമല്ല, മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നാ. എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ. ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷിയാക്കളാണ്. എവിടെ നോക്കിയാലും ബഹ്റൈനിൽ ഉണ്ടായത് അതാണ്, യമനിലുണ്ടായത് അതാണ്, ഇപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ അറബി നാടുകളിലും ഒരു ഭാഗത്തവരാണ്. ഇനി അങ്ങനെ നടക്കൂലല്ലോ നമ്മളെ നാട്ടിലൊന്നും. നമ്മളൊക്കെ മതേതര രാജ്യമല്ലോ. ഇവിടക്ക് പറ്റിയ മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ ശൈഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക. അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട്. മനസ്സിലാവും. ഇപ്പൊ ഇയാളെ പറ്റി തന്നെ ഞാൻ കേട്ടു. അജ്മീറിലൊക്കെ ചെന്നാൽ പണം ഇങ്ങനെ വെള്ളം ഒഴുകും പോലെ ഒഴുകുക. പണത്തിനൊരു പ്രശ്നം തന്നെ ഇല്ല. ഇവിടുന്ന് ഏതെങ്കിലും മുതലാളിമാർ കൊടുത്തിട്ടല്ലാതെ, മറിച്ച് ഇറാന്റെ ഫണ്ട് ഷിയ മതം പ്രചരിപ്പിക്കും. ഇവിടെ കേരളത്തിലെ ഉലമാക്കന്മാരുടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടിത ശക്തി ഒന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അവർ വളർന്നപ്പോഴും കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയാതിരുന്നത്. അതിപ്പെട്ടാണ് നമുക്കറിയാം. നിങ്ങൾക്ക് ചിലർക്ക് അറിയാൻ പറഞ്ഞില്ല, ഈ കൊണ്ടോട്ടി കൈക്കാരെന്ന് അറിഞ്ഞിട്ട് കുറെ കാക്കാമാര് വന്നില്ല. തങ്ങന്മാരൊന്നും അല്ല കേട്ടോ, അത് പേടിക്കൊന്നും വേണ്ട. തങ്ങന്മാരൊന്നുമല്ല, ഫക്കീറന്മാരെന്ന് ആ ഒരു തന്നെ പറഞ്ഞില്ല. ബോംബെന്ന് വന്ന ഷിയാക്കളാണ്. അവര് ബ്രിട്ടീഷുകാരുമായി, ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി അവരുടെ ശമ്പളം വാങ്ങിയിട്ട് മുസ്ലിങ്ങളെ ഷിയ മതത്തിലേക്ക് കൂട്ടി ഇവിടെ അനൈക്യമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അവർ. അതിന് മറ്റേ ഷാ എന്ന് പറഞ്ഞിട്ട് കുറെ ഷാ, എല്ലാ ഷാ ഷിയായിരുന്നു വന്ന ഷാ. അവിടെ മുഹറം 10 തീയിൽ ചാടൽ ഉൾപ്പെട്ട് നെല്ലിത്തടി വരെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടോ, വ്യക്തമായ പ്ലാനാണ് നമ്മുടെ നാട്ടുകാരനായ ഈ കീശേരിക്കാരനായ ഉസ്താദ് ഈ പ്രസംഗിച്ചത്. അപ്പൊ എല്ലാ രംഗത്തും എല്ലാ രാജ്യത്തും ഇവ കൃത്യമായ ആസൂത്രണമുണ്ട്. അത് നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് വഴിക്കാവുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു, ത്വരീഖത്തിന്റെ പേരിലാണ്, സൂഫി മാർഗത്തിലൂടെയാണ് ത്വരീഖത്തുകാരായി ശൈഖുമാരായി രംഗത്ത് വന്ന് ഈ നാട്ടുകാരെ വിശ്വാസം പഠിപ്പിക്കാൻ, ഈ നാട്ടുകാരുടെ ആദർശം പഠിപ്പിക്കാൻ, ആചാരങ്ങൾ പഠിപ്പിക്കാനാണ് ഷിയാക്കൾ പരിശ്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. ഏതാണ്ട് 250 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പേരിട്ടിരിക്കുന്ന ആ ഷിയ മനുഷ്യൻ തങ്ങൾ എന്ന പേരിൽ രംഗപ്രവേശനം ചെയ്തു. അപ്പൊ അന്നു മുതൽ ഈ നാട്ടിൽ ദീനു മാറ്റിമറിക്കാനുള്ള പരിശ്രമമുണ്ട് എന്നർത്ഥം. ഇന്ന് നമ്മുടെ നാട്ടിൽ ആശയമായി കൊണ്ടുനടക്കപ്പെടുന്ന ഒട്ടുമിക്ക അനാചാരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ എല്ലാം 150 കൊല്ലം, 200 കൊല്ലം, 250 കൊല്ലം, അതിനപ്പുറത്തേക്ക് അതിലധികം ആയുസ്സൊന്നും കാണുകയില്ല. ഈ ഷിയാക്കളിലൂടെയാണ് ഈ നാട്ടിലേക്ക് അത്തരം അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവന്നത് എന്നർത്ഥം. ഇവിടെ വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ, സംഘടിതമായ പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കാത്തത്. അല്ല, ആ സംഘടിതമായ പ്രവർത്തനങ്ങളെ തന്നെ ഈ ഷിയായിസത്തിന് വേണ്ടി, അതിന്റെ പ്രചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരെ പോലും അറിയാതെ സംഘടിതമായ ഈ സംരംഭങ്ങളെ പോലും ഉപയോഗിക്കുന്ന രീതിയാണ് ഷിയാക്കൾ സ്വീകരിച്ചു പോകുന്നത്. ഒരുപക്ഷെ അറിയുന്നില്ല. ഇന്നത് പച്ചയായി പരസ്യമായി തന്നെ ഔദ്യോഗികമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റ് രൂപീകരിച്ച് ഔദ്യോഗികമായി ഷിയ എന്ന പേരിൽ തന്നെ
ഇന്ന് പുറത്തു വരാൻ അവർ ധൈര്യം കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇത് കേവലം ഒരു സുന്നിമുജായ തർക്കമായി കാണേണ്ട വിഷയമല്ല. ഈ നാടിനെ ബോധപൂർവ്വം മുസ്ലിമീങ്ങൾ അഖീദയെ പിഴപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഉസ്താദ് പറയട്ടെ ഏതൊക്കെ രൂപത്തിലാണ് ഇവിടെ പ്രചാരങ്ങൾ ഉള്ളത് എന്ന്. ഈ കേരളീയ വർത്തമാന കാലത്ത് പ്രബോധന മേഖലയിലേക്ക് ഷിയ സ്വാധീനമുണ്ടോ? തീർച്ചയായും അതൊരു ഷിയിസം പല രീതിയിലും നുഴഞ്ഞു കയറാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മുമ്പ് വിവരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ സബ, അതിനെ തുടർന്ന് പിന്നീട് ജൂതന്മാരായ ചില ഏജന്റുമാരൊക്കെ അത് ഏറ്റെടുക്കുകയും അവരിതിന്റെ പ്രബോധനം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ബുദ്ധിപരമായ രീതിയിൽ പലപ്പോഴും ഈ ഒരു സ്വാധീനം നമ്മുടെ ഇസ്ലാമിക് മൂവ്മെന്റുകളിൽ, ഹറക്കാത്തുകളിൽ പോലും നടത്താൻ വേണ്ടി അത് കക്ഷിഭേദമന്യേ ഇപ്പോൾ അലി ശരീഅത്തിയുടെ പുസ്തകങ്ങൾ, കാംനിയുടെ പുസ്തകങ്ങൾ, അതുപോലെ വിലായത്തെ ഫഖീഹിയെ കുറിച്ചുള്ള ചിന്താധാരകൾ, ഇതൊക്കെ പരിഭാഷകളിലായും അല്ലാതെയുമൊക്കെ. അപ്പൊ പലപ്പോഴും ഇത് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി പലപ്പോഴും അത് ഇസ്ലാമിക ചിന്തകൾക്ക് മാത്രമാണെന്ന് പറയുമ്പോഴും ഇത് നൽകുന്നത് ഒരു ഷീഈ ചിന്താഗതിയെ വെള്ളപൂശുന്ന രീതിയിലുള്ള പല മൂവ്മെന്റുകളും നമുക്ക് ഒരു ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കല്ല, നിഷ്പക്ഷമായ ആ വിഷയം വീക്ഷിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്വാധീനം കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ഈ സ്വാധീനം വന്നിട്ടുണ്ട് എന്ന് ഉസ്താദുമാർ ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന സാഹചര്യമാണ്. അത് എവിടെയാണ് വന്നത് തിരിച്ചറിയേണ്ടതില്ലേ? ആ സ്വാധീനം തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൽ, ആചാരങ്ങളിൽ അലങ്കാരം എവിടെങ്കിലും വല്ല സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ബാധ്യത നമുക്കില്ലേ? ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രോഗ്രാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നു മാത്രമല്ല, നമ്മുടെ പരിസരങ്ങളിൽ ഈ കീശേരിയിലും കുണ്ടോട്ടിയിലും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ഉസ്താദുമാരെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഷിയായിസം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ഉസ്താദ് പറയുന്ന ഭാഗം കൂടി കേൾക്കാം നമുക്ക്. നമ്മുടെയൊക്കെ നാടുകളിൽ, കാസർഗോഡും കർണാടകയിലും ഒന്നും അല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മേഖലയിൽ തന്നെ എത്തിയിരിക്കുന്നു ഈ മുസീബത്ത്. നേരത്തെ പറഞ്ഞ ഏതാ സർക്കാർ വാപ്പാന്ന് മറ്റ പറയുന്ന ഒരു തമയൻ കൊട്ടപ്പുറത്ത് ഒരുപാട് മുത്തഅല്ലിമീങ്ങളും സഅദി, ദാരിമി, സഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ വരെ നമ്മളെ കൊട്ടപ്പുറത്ത് അവരൊരു ഏക്കർ സ്ഥലം ഒരാൾ വഖഫ് ചെയ്ത് മൂല്യരാപ്പോ അവരെ വലിയ സെന്റർ വരാൻ പോവുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാനിതൊരു 1.5 കൊല്ലം മുമ്പ് അറിഞ്ഞിനി ഇവിടല്ല, കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും അതിന്റെ പിന്നിൽ ചില നമ്മളെ മൂല്യമാരാണെന്നും അറിഞ്ഞ് അവരെ മറ്റുള്ളവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ഒരുപാട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാള് തുറന്ന് പച്ചയായി പറയുന്നത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പിതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ശപിക്കലും വിമർശിക്കലും ആക്ഷേപിക്കലും ഞങ്ങളുടെ ആദർശമാണ്, അത് ഞങ്ങളുടെ ദീനാണ്, മരണം വരെ അത് ഞങ്ങൾ ചെയ്യും. അറ്റൊന്ന് പോലെ മനസ്സിലാക്കാൻ. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ മുസ്ലിംമാരെ പെടുന്നത്? അപ്പൊ സഹാബത്തിനെ വിമർശിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും ഉറപ്പനെ. അപ്പൊ കണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ കുട്ടപ്പുറത്തടക്കം കേന്ദ്രമുണ്ടാകുന്നുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടുവത്രേ, കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നുവത്രേ. എന്തിന്? ഷിയായിസം പ്രചരിപ്പിക്കാൻ. അദ്ദേഹം വേദനയോടെ ആ യാഥാർത്ഥ്യം പറഞ്ഞതാണ്, നാം കുറ്റപ്പെടുത്തുകയല്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൽ ഉള്ള മുത്തഅല്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. ദാരിമിമാരുണ്ട്, അതേപോലെ ഫൈസിമാരുണ്ട്, സൈദിമാരുണ്ട്, കിതാബ് ഓതി പഠിച്ചുവെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും അതിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ആളുകൾ, സ്വഹാബിമാരെ ചീത്ത പറയുന്നവർ, ഹദീസിനെ പുച്ഛിക്കുന്നവർ,
വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുന്നവർ, അതിന് പക്ഷേ മുസ്ലിയാരുടെ പേരിലും മൗലവിയുടെ പേരിലും ഒക്കെയായി പല രൂപത്തിലും പല സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പൊ കാണാം CH മുസ്തഫ, അത് മറ്റൊരു ഷിയയാണ്. ഒക്കെ ഉള്ളിൽ അവരൊക്കെ ഒന്നാണ്, പുറത്തേക്ക് വ്യത്യസ്തമായ പേരിട്ടുകൊണ്ട് ഓരോ ടീമിനെ എങ്ങനെ പിടിക്കാൻ പറ്റുമോ അതിനെ പറ്റിയ ആളുകൾ ഇറക്കാറുണ്ട്. മുസ്ലിയാക്കന്മാരെ പിടിക്കാൻ അങ്ങനെ ചില മനുഷ്യന്മാരെ ഇറക്കുക, അല്ലാത്തവരെ പിടിക്കാൻ ഇങ്ങനെ ചില ആളുകൾ ഇറക്കുക. എല്ലാം ഷിയാക്കളുടെ അജണ്ടകൾ തന്നെയാണ്. എന്നിട്ട് എല്ലാത്തിനെയും ആശയം ഒന്നായിരിക്കും, സ്വഹാബത്തിനെ ആക്ഷേപിക്കുക. വിശിഷ്യ അബൂ ഹുറൈറയെ, മുആവിയയെ, ആയിഷ റളിയല്ലാഹുഅൻഹയെ അടക്കമുള്ള സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും മോശമായ പദപ്രയോഗങ്ങളിൽ പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ സ്വഹാബത്തിലുള്ള ഒരു ബഹുമാനത്തെ ഇല്ലാതാക്കിയാണ് ഷിയാക്കൾ അടിസ്ഥാനം തന്നെ. യഥാർത്ഥത്തിൽ ആരാ ഷിയാക്കൾ? ഇസ്ലാമിനെ തകർക്കാനായി ജൂതന്മാർ ഉണ്ടാക്കിവിട്ട പിഴച്ച ഒരു സംഘമാണ് ഷിയായിസം എന്നുള്ളത്. ഇസ്ലാമിന്റെ വിശ്വാസ മേഖലകളിൽ എല്ലാ രംഗത്തും ഇസ്ലാമിന് ബദലായി പുതിയ വിശ്വാസം പ്രചരിപ്പിക്കുകയും അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ പേരിൽ തെളിവുണ്ടാക്കിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് ഷിയാക്കൾ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന് ഷിയാക്കൾക്ക് വലിയ തെറ്റായ വിശ്വാസമാണ് അവർ കൊണ്ടെടുക്കുന്നത്. അള്ളാഹുവിന്റെ സിഫാത്ത്, നാമഗുണവിശേഷങ്ങളിൽ, അതേപോലെ പടച്ചറബുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മേഖലയിലും ഷിയാക്കളെ വിശ്വാസം വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച വിശ്വാസമല്ല. അല്ലാഹു തആല സൃഷ്ടികളിലേക്ക് അവതരിക്കുമെന്ന ഹുലൂലവാദം, ഇത്തിഹാദവാദം വരെ ഷിയാക്കളുടെ വാദമാണ്. അത് ത്വരീഖത്തിലൂടെ, തസവ്വുഫിലൂടെ നമ്മുടെ നാട്ടിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രം. പ്രവാചകന്മാർക്ക് ദൈവികമായ പരിവേഷം നൽകി അവരൊക്കെ ലോകം നിയന്ത്രിക്കുന്നവരായി, അവരെല്ലാം എവിടെയും വിളിച്ചായി ഓടിയെത്തുന്നവരായി പരിചയപ്പെടുത്തിയത് ഷിയാക്കൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിതങ്ങളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. അല്ലാഹു തആല നബിയെ പടച്ചുവെന്നും എന്നിട്ട് ലോകം പടക്കാൻ അല്ലാഹു നബിയെ ഏൽപ്പിച്ചുവെന്നും ആ നബിയാണ് പിന്നീട് ബാക്കി പടച്ചത് എന്നും അങ്ങനെ നബിയാണ് അൽ മുദബ്ബിറു സാനി, രണ്ടാമത്തെ മുദബ്ബിർ നബിയാണ് എന്നും പിന്നീട് നബി അത് അലിയെ ഏൽപ്പിച്ചു, ബാക്കി അലിയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അതേപോലെ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ല എന്നും ഇന്ന് കാണുന്ന ഖുർആനൊക്കെ സ്വഹാബിമാർ പലരും വെട്ടിച്ചുരുക്കി ഒരുപാട് ഒഴിവാക്കി വിട്ട് അതിന്റെ ബാക്കി മാത്രമാണ് ഇന്നുള്ളത് എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. വിശുദ്ധ ഖുർആനിന് രണ്ടു തരം അർത്ഥമുണ്ട് എന്നും, ഒന്ന് ലാഹിറായ പ്രത്യക്ഷമായ അർത്ഥമാണ്, മറ്റൊന്ന് പരോക്ഷമായ ബാത്തിനായ അർത്ഥമാണ്. ആ പ്രത്യക്ഷാർത്ഥം മാത്രമാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അത് മാത്രമാണ് തഫ്സീറുള്ളത്. എന്നാൽ പരോക്ഷമായ അർത്ഥം പഠിപ്പിക്കാൻ ശൈഖുമാര് വരണം, ഇമാമമാര് വരണം എന്ന വാദമാണ് ഷിയാക്കൾക്കുള്ളത്. അത് തന്നെയാണ് ത്വരീഖത്തുകാർക്കുമുള്ളത്. ത്വരീഖത്തുകാരന്റെ വാദവും ഖുർആന് രണ്ടൈറ്റം അർത്ഥമുണ്ട് എന്നാണ്. മലയാളത്തിൽ പരിഭാഷ ഇറങ്ങി, വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് പരിഭാഷകൾ ഉണ്ടായിരിക്കെ മറ്റൊരു പരിഭാഷ ഇറങ്ങി. എന്താ? വിശുദ്ധ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. വിശുദ്ധ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. മറ്റുള്ള പരിഭാഷകളൊക്കെ ബാഹ്യമായ സാരം മാത്രമാണ് പഠിപ്പിച്ചത്. ഇത് ഉൾസാരം പറയാനാണ്, ബാത്തിനിയായ പരോക്ഷമായ അർത്ഥം പറയാനാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട പരിഭാഷ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമാണ്. അതേപോലെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പിഴച്ച വിശ്വാസങ്ങൾ, അവര് മഹ്ഫൂദീകളാണ്, മഅ്സൂമീകളാണ്, ഇസ്മത്തുള്ളവരാണ്, പാപസുരക്ഷിതരാണ്, ദൈവികമായ പരിവേഷമുള്ളവരാണ്. വിശിഷ്യ അലി ഇബ്നു അബീ ത്വാലിബ്, അദ്ദേഹത്തെ കുറിച്ച് ചിലര് പറഞ്ഞു ദൈവികമായ അംശമുണ്ട്. ചില ഷിയാക്കൾ പറഞ്ഞു നബിയാകേണ്ടത് അലിയായിരുന്നു, ആളുമാറിയിട്ടാണ് വഹയ്യ് നബിക്ക് പോയത് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളുണ്ട്. അലിയാണ് മഹദി എന്നും ആ അലി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇത് ഖിയാമത്തിന് മുന്നോടിയായി വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. നബി കുടുംബവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങളാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. നബി കുടുംബത്തിന്റെ മറവിൽ, ആ സ്നേഹത്തിന്റെ മറവിലാണ് എല്ലാ അന്ധവിശ്വാസവും കൊണ്ടുവന്നത്. നബി കുടുംബത്തിന് ഒരുപാട് മഹത്വമുണ്ട്, അതിനപ്പുറത്ത് ഇല്ലാത്ത മഹത്വങ്ങളെ കെട്ടിച്ചമച്ചുണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇല്ലാത്ത കഥകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ആ വിഷയത്തിൽ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടാണ് ഒരുപാട് ആളുകളെ നബി കുടുംബം എന്ന പേരിൽ, തങ്ങന്മാരെന്ന പേരിൽ സമൂഹത്തിലേക്ക് ഇറക്കിയത്. ഒരിക്കൽ നബി കുടുംബമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പോലും തങ്ങളാണെന്ന് പറഞ്ഞ്, അഹ്ലുബൈത്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആ അഹ്ലുബൈത്തുള്ള സ്നേഹത്തെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയുമാണ് അവർ ചെയ്തത്.
കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്നും, അങ്ങനെ തേടിയാൽ ദുആ അല്ല എന്നും, അത് ഇബാദത്തല്ല എന്നും, അത് കല്ലായാലും ശരി, മരമായാലും ശരി, ഖബറായാലും ശരി, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരാണെങ്കിലും ശരി, സ്വയം കഴിവുള്ള റബ്ബാണ്, ഖാലിഖാണ് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ആ തേട്ടം ഇബാദത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ഇബാദത്താവുകയില്ല എന്ന തരതിരിഞ്ഞ വിശ്വാസം പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. ഖബറുകൾ കെട്ടിയുയർത്തിയത്, ദർഗയുണ്ടാക്കിയത്, ജാറമുണ്ടാക്കിയത്, അവിടെ ആണ്ടുനേർച്ച സംഘടിപ്പിച്ചത്, അങ്ങനെ തുടങ്ങി ഖബറുമായി ബന്ധപ്പെട്ട മുഴുവൻ അനാചാരങ്ങളുടെയും ഉപജ്ഞാതാക്കൾ ഷിയാക്കളാണെന്ന് കാണാൻ കഴിയും. പല ദിവസങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ആ ദിവസം പുണ്യമാണ്, ഈ സമയം പുണ്യമാണ്, ആ സ്ഥലം പുണ്യമാണ്, ഈ ദിവസം നെഹ്സാണ്, ദുസ്സഗുണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശകുനവും ശകുനപ്പിഴയും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. പ്രധാനമായും 3 വിഭാഗമാണ് ഷിയാക്കൾ. 1 ഇസ്മായിലികളാണ്, 2 ഇസ്നാശികളാണ്, 3 സൈദിയാക്കളാണ്. ഈ 3 വിഭാഗത്തിൽ ഇസ്മായിലികൾ ഏറ്റവും വലിയ തീവ്ര സ്വഭാവമുള്ള ആളുകൾ. അവരാണ് ഫാത്തിമികൾ, ഉബൈദികൾ എന്നൊക്കെ പേരിൽ ലോകത്ത് വ്യാജമായി അറിയപ്പെടാൻ ശ്രമിച്ചത്. അവരാണ് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ മനുഷ്യന്മാർ. 20 കൊല്ലക്കാലം കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് ഇല്ലാത്തൊരു കാലമുണ്ട്. ഹിജ്റ 300കളിൽ അത് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഷിയാക്കളായിരുന്നു. അവരാണ് നബിദിനാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു ജാറമുണ്ടാക്കിയത്. ഇറാഖിൽ ഹുസൈൻ ബിൻ അലിയുടെ പേരിൽ വ്യാജമായ ജാറമുണ്ടാക്കിക്കൊണ്ട് ജാറം എന്ന സമ്പ്രദായം ഈ ഉമ്മത്തിൽ തുടക്കമിട്ടത് ഷിയാക്കളാണ്. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, അതേപോലെ വ്യത്യസ്തമായ പേരുകളുള്ള വ്യത്യസ്തമായ അപ്രമാദിത്വം കൽപ്പിക്കുന്ന പദ്യഗദ്യങ്ങൾ, അതിന് ഉപജ്ഞാതാക്കൾ ഷിയാക്കളാണ്. ജന്മദിനാഘോഷങ്ങൾ, അതേപോലെ ജന്മദിനാഘോഷങ്ങൾ അത് മുസ്ലിമുകൾക്ക് അങ്ങനെ പരിചയമില്ല, അതിവിടെ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. സ്വഹാബിമാരെ തള്ളിയവർ, ഹദീസ് നിഷേധിച്ചവർ, വ്യാജ ഹദീസുകളെ വ്യാജമായി കെട്ടിയുണ്ടാക്കിയവർ, അതെല്ലാം ഷിയാക്കളാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിശ്വാസാചാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിമുകളെ പിഴപ്പിക്കാൻ രംഗത്ത് വന്ന ഒരു സംഘമാണ് ഷിയായിസം എന്ന് പറയുന്നത്. ആ ഷിയാക്കളുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ മതസംഘടനകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഉസ്താദുമാരിലൂടെ ത്വരീഖത്തിന്റെ പേരിൽ, തസൗഫിന്റെ പേരിൽ ഉണ്ട് എന്നാണ് അവരിൽ തന്നെ പെട്ട ആളുകൾ, 1 ഉസ്താദുമാർ പറഞ്ഞത് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഇനി അത് മാത്രമല്ല, അലവി സഖാഫി അടുത്ത് നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ നടക്കുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതൊക്കെ പലപ്പോഴും ചെന്നെത്തുക ഷിയാക്കളിലേക്കാണ് എന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ച ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. സഹോദരങ്ങളെ, നമ്മളാരും പെട്ടുപോകരുത്. ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഈ ഇന്ന് കാണുന്ന ഒരു വിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഘടക വിരുദ്ധമായ ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, എത്രയോ സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിന്റെ ഒക്കെ മുരട് അസില് എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയാ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിന്റെയൊക്കെ അസില് ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറെ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു ത്വരീഖത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറെ ത്വരീഖത്തുകളെ മുരട് ചെന്ന് എത്തുന്നത് അവിടെയാണ്. അതാണെങ്കിലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിലെ ഉലമാക്കൾ അല്ലേ, അതുപോലെ പൊന്നാനി കൈക്കാർ, അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഷീഈ വേരുകളുള്ള ഒരു ആത്മീയ വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് അന്നത്തെ നമ്മുടെ ഉലമാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാകും. അങ്ങോട്ടാണ് അപ്പൊ ത്വരീഖത്തുകൾ മിക്കവാറും എത്തുക ഷിയായിസത്തിലേക്കാണ് എന്നാണ് ത്വരീഖത്തിന്റെ പ്രചാരകരായ ഇത്തരം മനുഷ്യന്മാർ തന്നെ ഇപ്പൊ തുറന്നു പറയുന്നത്. ഇപ്പൊ പരിശോധിക്കുക, ഏതാ വ്യാജന് ഏതാ ഒറിജിനല് എന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്ക. ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല.
ത്വരീഖത്ത് എന്ന സംവിധാനം, ആ ഒരു ആശയം തന്നെ ഷിയാക്കളുടെ മുമ്പിൽ നിന്നുണ്ടായതാണ്. അഹ്ലു സുന്നക്ക് പരിചയമില്ല. ഒറ്റ സുഹൈബിന്റെ പേരിൽ ഇവിടെ ത്വരീഖത്തുണ്ടോ? അലിയുടെ പേരിലല്ലാതെ. അബൂബക്കർ സിദ്ദീഖിന്റെ പേരിൽ ത്വരീഖത്തുണ്ടോ? ഉമർ ഖത്താബിലേക്ക് എത്തുന്ന ഒരു പരമ്പരയുണ്ടോ? ഇല്ല. ഖാദിരിയ, റിഫാഇയ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ, ഐദറൂസിയ, ചിസ്തിയ, ഹസനിയ, ഹുസൈനിയ തുടങ്ങി ആയിരക്കണക്കായ ത്വരീഖത്തുകൾ. ആ ത്വരീഖത്തുകളെ മുഴുവനും ചെന്നെത്തുക അലി നബി ത്വാലിബിലേക്കാണ്, ഹസൻ ഹുസൈനിലേക്കാണ്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖിലേക്ക്, ഉമർ ഖത്താബിലേക്ക്, ഉസ്മാൻ അഫ്ഫാനിലേക്ക്, ആയിഷ ബീവിയിലേക്ക് എത്തുന്ന ത്വരീഖത്ത് കാണുക സാധ്യമല്ല. എന്തേ അങ്ങനെ ഉണ്ടായത്? അതൊക്കെ ഷിയാക്കൾ. എന്റെ ഖാദിരിയ ത്വരീഖത്ത്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഖാദിരിയ ത്വരീഖത്ത് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് മറ്റൊന്നുമല്ല, അത് അലിയിലേക്ക് രണ്ടു വഴിക്കെത്തുമെന്നാണ്. അന്തൽ ഹസനിയ വൽ ഹുസൈനിയ കുന്ത മഅ. ശൈഖേ, താങ്കൾ ഹസനിയുമാണ് ഹുസൈനിയുമാണ്, കുന്ത മഅൻ, ഇത് രണ്ടും ഒരേ സമയം ഒത്താളാണല്ലോ എന്നാണ്. അഥവാ ഉമ്മ വഴിക്ക് ഹസൻ ബിൻ അലിയിലേക്ക്, വാപ്പ വഴിക്ക് ഹുസൈൻ ബിൻ അലിയിലേക്ക്, ഇങ്ങനെ രണ്ടും കൂടെ ഒത്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ രണ്ടു വഴിയിലും അലിയിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയ ആളാണ് താങ്കൾ. അതുകൊണ്ടാണ് ഖാദിരിയ ത്വരീഖത്ത് അത്ര വലിയ പ്രചാരം കിട്ടിയത്. റിഫാഇയ ത്വരീഖത്ത് അലിയിലേക്കാണ്, നഖ്ശബന്ദിയ അലിയിലേക്കാണ്. തീജാനി വരെ, അഹ്മദ് തീജാനി എന്ന് പറയുന്ന മനുഷ്യൻ 200 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വിട്ട തീജാനിയ ത്വരീഖത്ത്, റഹ്മത്തുള്ളാഹി ഖാസിമയ്ക്ക് പോയി ബൈഅത്ത് ചെയ്ത ആ തീജാനി ത്വരീഖത്ത് വരെ ശുദ്ധ ശിആയിസമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. എല്ലാ ത്വരീഖത്തുകാരും, എല്ലാ ത്വരീഖത്ത് എന്ന ആശയം തന്നെ അത് ശിയായിസമാണ്. ഇത് അതിനിടയിൽ വ്യാജമല്ലാത്ത ത്വരീഖത്തുണ്ടോ, ഊർജ്ജ ത്വരീഖത്തുണ്ടോ എന്ന് തപ്പാൻ പോകേണ്ട കാര്യമില്ല. ത്വരീഖത്ത് എന്ന ആശയം തന്നെ ഉണ്ടാക്കിയത് ഷിയാക്കളാണ്. അവരിൽ നിന്നാണ് അതിന്റെ തുടക്കം. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഈ ഇത്തരം തസവൂഫ് എന്ന പേരിൽ, ത്വരീഖത്ത് എന്ന പേരിലൊക്കെ ചിന്തകൾ ഉടലെടുത്തപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ തന്നെ അതിശക്തമായി എതിർത്തത് കാണാൻ കഴിയും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ അവിടെ ചില ആളുകളെ കാണാനിടയായി. സൂഫികൾ എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലായത് അവരെ കൂടെ ഒരാള് 40 ദിവസം അവരെ കൂടെ താമസിച്ചാൽ പിന്നെ ഒരു കാലത്തും അവന്റെ ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല. 40 ദിവസം അവരെ കൂടെ നടന്നാൽ ഒരു കാലത്തും അവന്റെ ശരിയായ ബുദ്ധി പിന്നെ മടക്കി കിട്ടുകയില്ല. അത്രയേറെ ബുദ്ധിശൂന്യനായി അവർ കടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവരൊക്കെ ഈ ശൈലിയെ ശക്തമായി വിമർശിച്ച ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദ് ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ രാത്രി അവരൊന്നാകെ തുള്ളുന്നു, നൃത്തം വെക്കുന്നു, ഉറക്കെ പാട്ടുപാടുന്നു, പലതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ദിക്റാണ് എന്ന പേര്, പിന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നു. എന്താ അവരെ കുറിച്ച് പറയാനുള്ളത്? ഇമാം അഹ്മദ് ചോദിച്ചു, അമജാനീനുഹും, ഒരു ഭ്രാന്തന്മാരാണോ ചോദിച്ചു. അല്ല, ഭ്രാന്തന്മാരൊന്നുമല്ല, ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. അസ്ബിയാനുഹും, ചെറിയ മക്കളാണോ ചോദിച്ചു. അല്ല, ചെറിയ കുട്ടികൾ, മുത്ത മനുഷ്യന്മാരാണ്. എന്നാ എനിക്കൊന്നും പറയാനില്ല. ഈ രണ്ട് കൂട്ടരെ ചെയ്യുള്ള പണി, ഒന്നുകിൽ ഭ്രാന്തന്മാര് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ചെറിയ മക്കള്, അവരെ അത് ചെയ്യുകയുള്ളൂ. അല്ലാതെ എല്ലാം തികഞ്ഞ നല്ല മുത്തം മനുഷ്യന്മാര് ഒന്നാകെ ഭക്ഷണം കഴിച്ച് രാത്രി ഒന്നാകെ തുള്ളിയിട്ട് അത് ഇബാദത്താണ് പറയുകയാണെങ്കിൽ പിന്നെ അവരെ കുറിച്ച് എന്തു പറയാൻ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞത് ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇത്തിസാമിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ കാലം മുതൽ തന്നെ ഇതിനെതിരെ കൃത്യമായ ഇത്തരം ചില പ്രതിരോധങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ആ ഷിയായിസമാണ് നമ്മുടെ നാട്ടിൽ ഈ കണ്ട അന്ധവിശ്വാസങ്ങൾ മുഴുവനും കൊണ്ടുവരുന്നത്. ഇന്ന് സമസ്ത പ്രചരിപ്പിക്കുന്ന ഏത് ആശയമെടുത്താലും, സമസ്ത പ്രചരിപ്പിക്കുന്ന അവർ കൊണ്ടെടുക്കുന്ന ഏത് ആചാരമെടുത്താലും ആ ആചാരങ്ങളെല്ലാം ചെന്നെത്തുക ഷിയാക്കളിലേക്ക് തന്നെയാണ്. എത്ര കാര്യമായി മുജാഹിദീൻ പറയുന്നു. അന്നൊക്കെ എതിർത്തവർ ഇപ്പോൾ അവരൊക്കെ പല ഭാഗത്തും പറയാൻ തുടങ്ങി, പല ഭാഗത്തുനിന്നും പറയാൻ തുടങ്ങി ഇത് ഷിയായിസമാണ്. ഇന്നിപ്പോ അപ്പുറത്തുണ്ട് വയല്, ഇതേ സമയത്ത് അപ്പുറത്ത് വയലുണ്ട്. എന്താ കുണ്ടോട്ടി ചരിത്രം പഠിപ്പിക്കുക? എന്താ പഠിപ്പിക്കുന്നത്? ഇത് ഷിയായിസം പഠിപ്പിക്കാനാണ്. ഇത് ഷിയായിസമാണ് പഠിപ്പിക്കാൻ വേണ്ടി ഇത് പ്രത്യേകം വായ വെച്ചു. ഇവിടേക്കാൾ വരാക്കാനും പറ്റും, അതോടൊപ്പം അപ്പുറത്തെ ക്ലാസ് ആയും ചെയ്തു എന്ന നിലയ്ക്ക് ഇന്ന് അവിടെ വായ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഈ ഷിയാക്കളുടെ വിശ്വാസാചാരങ്ങൾ നമ്മൾ അറിയാതെ നമ്മിലേക്ക് വന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ. ഒറ്റ ഉദാഹരണം പറയാം. നഹ്സ്, നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരം നേടിയ ഒന്നാണ് നഹ്സ് എന്നുള്ളത്.
മുഹറം 1 മുതൽ 10 വരെ നഹ്സ്, എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച നഹ്സ്, ഇങ്ങനെ തുടങ്ങി നമ്മളെ ഏത് സമസ്ത എടുത്താലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കലണ്ടറുകൾക്ക് പരിശോധിച്ചാൽ എല്ലാ പേജിലും കാണാം നഹ്സ് ദിനങ്ങൾ. ഖലീൽ ബുഖാരിന്റെ കോളേജ് മുതൽ കാന്തപുരത്തിന്റെ മർക്കസ് മുതൽ എല്ലാ സ്ഥാപനത്തിന്റെയും കലണ്ടറുകളിൽ എല്ലാ പേജിലും കാണാം നഹ്സ് ദിവസങ്ങൾ. ആ മാസത്തിൽ ഏതൊക്കെ നഹ്സ്. എന്താ നഹ്സ് എന്നാൽ? ബറക്കത്തില്ലാത്തത്, ശൂന്യമായത്, ബറക്കത്തില്ലാത്ത ദുസ്സഗുണമായ ദിവസങ്ങൾ. അന്നൊന്നിനും പറ്റൂല. മനോരമ വായിച്ചാൽ ആഴ്ച ദിവസം ഉണ്ടാവും വാരഫലം എന്നൊരു ഹാഫ് പേജ്. ആ ആഴ്ചയില് ഏതൊക്കെ ദിവസം എന്തിനൊക്കെ പറ്റും എന്തിനൊക്കെ പറ്റൂല എന്ന് പഠിപ്പിക്കുന്നതാണ് ആ പേജ്. ഒരിക്കലും സ്വാതന്ത്ര്യമുണ്ട്, പഠിപ്പിച്ചോട്ടെ. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ അതേപോലെ തന്നെ ഓരോ ദിവസങ്ങളുടെ ഗുണദോഷങ്ങളെ പരിചയപ്പെടുത്തി ഇന്ന ദിവസങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പഠിപ്പിക്കുന്ന സമ്പ്രദായം ജൂതന്മാർക്ക് പണ്ടേ പരിചയമുണ്ട്. യഹൂദികളാണ് പഴയ കാലത്ത് നഹ്സ് നോക്കിയ ആളുകൾ. പിന്നീട് ശിയാക്കളാണ് നഹ്സ് നോക്കിയത്. നബി തങ്ങൾ നഹ്സ് പറഞ്ഞിട്ടില്ല, സഹാബിമാർ നഹ്സ് നോക്കിയിട്ടില്ല, താബിഈങ്ങൾ നഹ്സ് നോക്കിയിട്ടില്ല. എന്നാൽ പഴയ കാലത്ത് ജൂതന്മാർ നഹ്സ് നോക്കാറുണ്ട്, ഷിയാക്കൾ നഹ്സ് നോക്കാറുണ്ട്. ആ ഷിയാ വിശ്വാസമാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. എന്ന് മാത്രമല്ല, മുഹറം 1 മുതൽ 10 വരെ ഷിയാക്കൾക്ക് നഹ്സാണ്. കാരണം എന്താ? ഹുസൈൻ ഇബ്നു അലി കർബലയിൽ കൊല്ലപ്പെട്ടതിന്റെ സ്മരണയാർത്ഥം അദ്ദേഹത്തിന്റെ രക്തം ഭൂമിയെ കുത്തിക വഴി ഭൂമി അശുദ്ധമായി പോയ ദിവസമാണ്. അതുകൊണ്ട് 1 മുതൽ 10 വരെ ദുസ്സഗുണം. അത് വിവാഹം കഴിക്കാൻ പറ്റൂല, അന്ന് പുതിയ വീട് താമസാക്കാൻ പറ്റൂല, പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റൂല. ഇതാണ് നാട്ടിലെ ധാരണ. ഇത് എവിടെ വന്നത്? നിങ്ങൾ നാട്ടിലെ അവസ്ഥ പറഞ്ഞോട്ടെ, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇതൊക്കെ പഠിച്ച ചരിത്രമൊക്കെ ചെറുപ്പക്കാർ കുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിന്റെ ഇടക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നഹ്സാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ 40 കൊല്ലം തീ മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാര്. ഈ നട്ടം കറങ്ങിയതിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നഹ്സായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പ് കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 10ന്റെ അന്ന് വലിയൊരു ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയുള്ള ഒന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. കണ്ടോ എവിടെ പ്രസംഗിക്കുന്നത്? ഖലീൽ ബുഖാരി കോളേജിൽ നിന്നാണ്. ഖലീൽ ബുഖാരി സ്ഥാപനം മഅദിനിൽ പ്രസംഗിക്കുന്നത്. എന്താ പ്രോഗ്രാം? മുൽതഖൽ അഷ്റാഫ്. എന്താ മുൽതഖൽ അഷ്റാഫ് പറഞ്ഞാൽ? തങ്ങന്മാരുടെ സംഗമം. തങ്ങന്മാരുടെ സംഗമം മുൽതഖൽ അഷ്റാഫ്. അവിടെയാ മൂപ്പർ ആസ്വദിക്കുന്നത്. ഇത് ഷിയാക്കൾ നിന്നാണ്. അവിടെ നിങ്ങൾ കലണ്ടറിലോ ഈ നഹ്സ് കാണാൻ പറ്റും. ആ മഅദിനിൽ കലണ്ടറിൽ എല്ലാ പേജിലും നഹ്സാണ്. റമദാൻ 17 നഹ്സാണ്, ദുൽഹിജ്ജ 10 നഹ്സാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നഹ്സാണ്. അവിടുന്നാണ് മൂപ്പർ പ്രസംഗിച്ചത്. ഇത് ഷിയാക്കളുടേതാണ്. ആരാ അവിടെ ഈ കേരളത്തിൽ ഈ നഹ്സ് വിശ്വാസം പ്രചരിപ്പിച്ചത്? മുജാഹിദീങ്ങളാണ്. ഇപ്പോഴും കല്യാണ ദിവസം വെക്കാന് ഓഡിറ്റോറിയം മുഴുവൻ മാത്രം നോക്കിയാൽ പോരാ. തങ്ങളെ പോയി കണ്ട്, ഉസ്താദിനെ പോയി കണ്ട്, ഉസ്താദിന് ചോദിക്കണം അന്ന് പറ്റോ വല്ല കുഴപ്പമുണ്ടെങ്കിലോ എന്നാണ്. എന്റെ നാട്ടിൽ ചങ്ങാതി ദിവസം വെക്കാൻ പോയപ്പോ മോൻ വഹാബിയാണ്, വാപ്പാണ് പറഞ്ഞു. വാപ്പ അതിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളാണ് തീരുമാനിക്കാം. അല്ല മോനെ പറ്റൂല, ഉസ്താദിനോട് ചോദിക്കണം, അല്ലാതെ ശരിയാവൂല. അപ്പൊ മോൻ പറയിക്കോളെ ഞാനും പോലെ കൂടെ ആയിക്കോട്ടെ. രണ്ടാം കൂടി വാപ്പ വിചാരിച്ചു ഓനെങ്കാലും ഒന്ന് ശരിയായി കിട്ടിയാലോ. അങ്ങനെ ഓനെയും കൊണ്ടുപോയി. ഇവര് ഏതാണ്ട് ഡേറ്റ് ഒക്കെ വിളിക്കുന്ന ധാരണയുണ്ട്, ഹാള് നോക്കിയിട്ടുണ്ട്, രണ്ടൂട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഒരു അംഗീകാരം കിട്ടിയാൽ മതി. അപ്പൊ ഉസ്താദ് നോക്കിയിട്ട് പറയാ അന്ന് എന്തായാലും പറ്റൂല ആചാര്യ, അന്ന് ഭയങ്കര പ്രശ്നമാണ്, എന്ത് വേണ്ടും സംഭവിക്കരുത്. അപ്പൊ ഈ മോൻ ചോദിച്ചു അല്ല ഉസ്താദ് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല അന്ന് നല്ല കാര്യത്തിലൊന്നും പറ്റൂല, നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല. അവിടെ അന്ന് തലേന്നും പറ്റും, പിറ്റേന്നും പറ്റും, അന്ന് പറ്റൂല. വാപ്പൻ ആയിക്കോട്ടെ മഞ്ഞിപ്പോ തർക്കിക്കാൻ നിൽക്കണ്ട, ഉസ്താദ് പറഞ്ഞാലേ നമ്മൾ തൽക്കാലം മാറ്റാം, ആയിക്കോട്ടെ മാറ്റാം. പോരുമ്പോ ഈ വഹാബിയായ മുഹമ്മദ് ഉസ്താദെ ഞാൻ അന്ന് നിസ്കരിക്കൂലട്ടോ. അതെന്താ ചോദിച്ചാൽ നല്ല കാര്യത്തിൽ പറ്റുള്ളതല്ലേ, ഏറ്റവും നല്ല കാര്യം നിസ്കാരല്ലേ, അപ്പൊ അന്ന് നിസ്കരിക്കൂലാണ്. അതെന്താ നിസ്കരിക്കണം തന്നെ, നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂ. നോമ്പ് വയ്ക്കാൻ പറ്റുമോ? നോമ്പ് വയ്ക്കാനും പറ്റുന്നത്. സ്വതക്ക ചെയ്യാൻ പറ്റുമോ? അതിനും പറ്റും. ഖുർആൻ ഓതാൻ പറ്റുമോ? അതിനും പറ്റും. ഏതിനാ പറ്റാത്തത്? കല്യാണത്തിന് മാത്രം. അപ്പൊ ആ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വെക്കുക.
പാപ്പാക്ക് മനസ്സിലായി ഇത് വലിയ കാര്യമൊന്നുമില്ല, എന്നാ നടത്ത അതിനെ വെച്ച് കാണാതാണ്. ഈ വിശ്വാസം ആരാ പ്രചരിപ്പിച്ചത്? ഇവിടെ മുജാഹിദീകളാണോ? അല്ലല്ലോ. രണ്ട് വിഭാഗം സമസ്തക്കാർക്കുമല്ലേ, ആ ഉസ്താദുമാർക്കല്ലേ നഹ്സ് വിശ്വാസം പ്രചരിച്ചതിന്റെ ഉള്ളത്. എം പി മുസ്തഫ അലി ഫൈസി, സമസ്തയുടെ മുഷാവറ മെമ്പറല്ലേ മുസ്തഫ അലി ഫൈസി? ഇപ്പൊ പുറത്താണോ അകത്താണോ എന്ന് സമസ്തക്കാണ് അറിയില്ല. ആ മുസ്തഫ അലി ഫൈസി പച്ചക്ക് പ്രസംഗിച്ചു നഹ്സുമായി ബന്ധപ്പെട്ട്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. നേതനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പത്രങ്ങളിൽ തന്നെ കണ്ടു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ സംഭവമില്ല എന്ന്. എന്ത് അതിനെക്കുറിച്ച് ഉസ്താദ് അവരോട് പറഞ്ഞു കഴിഞ്ഞു. ആ നിഷേധിക്കാൻ പാടില്ല. ആ വിശ്വാസം അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കണം. എന്നാൽ എല്ലാ ദിവസങ്ങളെയും സംബന്ധിച്ച് പറയുന്നതെല്ലാം ഒരുപോലെ ശരിയാണോ, അത് വേറെ കാര്യം. അപ്പൊ കണ്ടോ, നഹ്സ് അടിസ്ഥാന വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ പറയണ എല്ലാ ദിവസവും നഹ്സ് ആണോ, അത് വേറെ കാര്യം. നീ ഏതൊക്കെ നഹ്സ് അദ്ദേഹം തന്നെ പറഞ്ഞുതരും, കേട്ടോളിങ്ങൾ. ആ ദൈവത്തൊതുക്കറയിൽ പറയുന്നു, എല്ലാ മാസത്തിലെയും സഫർ മാസം, എല്ലാ വർഷത്തിലും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വമ്പിച്ച അപകടമാണ്. 3,20,000 രോഗങ്ങൾ ഭൂമിയിലേക്ക് അവതരിക്കുന്ന ദിവസമാണ്. എല്ലാ സഫർ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച. നമ്മളൊരു അവസാനത്തെ ബുധനാഴ്ച എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ ബുധനാഴ്ച എല്ലാ മാസത്തിലും ഉണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ചൊരു പ്രത്യേകമായിട്ടാണ് അദ്ദേഹം ഈ വിവരം പറയുന്നത്. അപ്പൊ ഇതെല്ലാം അവസാനത്തെ ബുധനാഴ്ചയും സഫർ മാസത്തെ ബുധനാഴ്ചയും ഇതെല്ലാം നാം വിലയിരുത്തേണ്ട കാര്യമാണ്. കൈഫ വഖദ് ഖീൽ എന്ന ചോദ്യം എവിടെയും പ്രസക്തമാണ്. കൈഫ വഖദ് ഖീൽ, ഈ ചോദ്യം എവിടെയും പ്രസക്തമാണ്. അപ്പൊ നഹ്സില്ല എന്ന് നാം പറയാൻ പാടില്ല. അപ്പൊ കണ്ടോ, നഹ്സില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, അങ്ങനെ ചില കിതാബിലൊക്കെ ഉണ്ടാവും. ആ കിതാബ് അതിനുള്ള തന്നെയാണ്. അത് അതിനുള്ള കിതാബ് എല്ലാ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഉസ്താദുമാർ എല്ലാ കാലത്തും ഉണ്ടാകും. അവരുടെ കിതാബ് അല്ലാതെ ഇസ്ലാമിന് വലിയ സ്വീകാര്യമുള്ള കിതാബൊന്നല്ലാതെ. അപ്പൊ എല്ലാ സഫറിലും അവസാനത്തെ ബുധനാഴ്ച എന്താ പ്രശ്നം? 3,20,000 രോഗങ്ങൾ ഭൂമിക്ക് ഇറങ്ങുന്ന. അപ്പൊ അന്ന് പിന്നെ ഒരു പരിപാടിയില്ല. കല്യാണം വേണ്ട, കലാട്ടം വേണ്ട, അന്ന് കുടിക്കല് വേണ്ട, അന്ന് വാതിലടച്ച് അകത്തിരിക്കുക. കാരണം എന്താ, ഒന്നാകെ സിറിറങ്ങുക. അപ്പൊ എണ്ണി പറയേണ്ടത് വെറും വയറല്ല, സമസ്തയുടെ എല്ലാ ഉസ്താദുമാരെയും വിളിച്ചു കൂട്ടിയിട്ട് നടത്തിയ ഉലമാ സമ്മേളനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. എവിടെ ഒരു അങ്ങാടിയിൽ പോയിട്ട് പ്രസംഗിച്ചതല്ല. കോട്ടക്കലിൽ വെച്ച് സമസ്ത ഔദ്യോഗികമായി 100 കണക്കായ ഉസ്താദുമാരെ വിളിച്ചുകൂട്ടി അവർക്ക് ദഅ്വാ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ഫുൾ ഡേ അവർ ഒരു പ്രോഗ്രാം വെച്ചു. അതിനാണ് മുസ്തഫ ഫൈസി പ്രസംഗം നടത്തിയത്.